ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ഹോം സ്റ്റൈൽ മട്ടൻ കറി ഉണ്ടാക്കാം. അതിനാവശ്യം 1 കിലോ 200 ഗ്രാം ഓനിയൻ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തിന്നലി നല്ലപോലെ സ്ലൈസ് ചെയ്യണം. അതിനുശേഷം വേറൊരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിൽ 200 ml ഗീ, ഒരു 15 ഗ്രാം ബോൾ ഗരം മസാല. അതിനുശേഷം നമ്മൾ ഈ സ്ലൈസ് വെച്ചിട്ടുള്ള ഒനിയൻ ആഡ് ചെയ്യണം. ഒനിയൻ ആഡ് ചെയ്തതിന് ശേഷം 2 ഗ്രീൻ ചില്ലി സ്പ്ലിറ്റ് ചെയ്ത് ഉപ്പ് ആവശ്യത്തിനിടുക. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. ഞാനിതിൽ 2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒനിയൻ ഇവിടെ നല്ലപോലെ ഒനിയൻ വഴറ്റിന് ശേഷം ഒരു 60 ഗ്രാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം നല്ലപോലെ സോട്ട് ചെയ്യുക. നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള മട്ടൻ ഇതിലോട്ട് ആഡ് ചെയ്യുക. ഒരു 30 മിനിറ്റ് നല്ലപോലെ ഇത് സോട്ട് ചെയ്ത് മട്ടനകത്തുള്ള വെള്ളമെല്ലാം നല്ലപോലെ ഡ്രൈ ആകുന്നവരെ ഒരു 30 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്യണം. അതിനുശേഷം ഒരു 70 ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ പെരുംജീരക പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യണം. അതിനുശേഷം നല്ലപോലെ ഇത് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഒരു 70 ml യോഗട്ട് കേട് ആഡ് ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റ് നല്ലപോലെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്തതിന് ശേഷം 4 ബോയിൽ ടൊമാറ്റോ പേസ്റ്റ് അടിച്ചിട്ട് ആ പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റും കൂടി സ്ലോ ഫയറിൽ നല്ലപോലെ കുക്ക് ചെയ്തതിന് ശേഷം ഒരു 3 ലിറ്റർ നല്ല ചൂടായിട്ടുള്ള 3 ലിറ്റർ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം സ്ലോ ഫയറിൽ വെച്ച് ഒരു 2.5 മണിക്കൂർ നല്ലപോലെ വേവിക്കണം. വെന്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു 50 ഗ്രാം ചോപ്പ്ഡ് ഫ്രഷ് കൊറിയാൻഡർ നല്ലപോലെ ചോപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഈസി ആയിട്ട് സെർവ് ചെയ്യാം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. പ്ലീസ് ഫോളോ.